ഹായ് ഡിഫൻസ് എക്സ്പീരിയൻസ് ജോയിൻ ഇന്ത്യ ഫോഴ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് മെയിൽ കാൻഡിഡേറ്റ്സിനും അതുപോലെ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ഒരു അവസരം വന്നിട്ടുണ്ട്. അഫ്കാറ്റ് എൻട്രി എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഡിസംബർ 1, 2020 മുതൽ 30 ഡിസംബർ 2020 വരെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും മെയിൽ കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ് ഈ ഒരു അഫ്കാറ്റ് എൻട്രി എന്ന് പറയുന്നത്. ഓഫീസർ ആയിട്ടുള്ള ഒരു എൻട്രിയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയ്ക്കകത്ത് എന്ന് പറയുന്നത് ഈ ഒരു അഫ്കാറ്റ് എൻട്രിക്ക് ആവശ്യമായിട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയസ്. അപ്പോൾ അതിനകത്ത് ഏജ് ആണെങ്കിലും ക്വാളിഫിക്കേഷൻ ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഡേറ്റും ഇത് എന്നാണ് ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് ട്രെയിനിങ് തുടങ്ങുന്നതും ആ കാര്യങ്ങളും ഒക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയ്ക്കകത്ത്. സിലബസും അതൊക്കെയാണ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് കവർ ചെയ്യുന്നത്. അപ്പോൾ അതിനു മുമ്പേ തന്നെ നിങ്ങൾ എൻ്റെ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഡിഫൻസ് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു കാര്യം പറയുന്നതിന് മുമ്പ് ഞാൻ ഈ ഒരു അഫ്കാറ്റ് എക്സാം എഴുതിയൊരു വ്യക്തിയാണ്. അപ്പം ഞാൻ എനിക്കുണ്ടായ അനുഭവം ആദ്യം പറയാം. അപ്പോൾ അഫ്കാറ്റ് എക്സാം എന്ന് പറയുന്നത് എയർഫോഴ്സിന്റെ ഓഫീസർ എൻട്രി ആയതുകൊണ്ട് തന്നെ പൊതുവിൽ എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു എക്സാം ആണ് എന്നാണ്. ഈ ഒരു എക്സാം എന്ന് പറയുന്നത് അത്രയും ഡിഫിക്കൽട്ടി ഉള്ള എക്സാം അല്ല. ഇപ്പോൾ കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എക്സാം CDS, ഈ ഒരു CDS എക്സാം വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അഫ്കാറ്റിന്റെ എക്സാം എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ്. SSCയുടെ ഒക്കെ എക്സാംസ് എഴുതുന്ന കാൻഡിഡേറ്റ്സിനാണെങ്കിൽ പോലും ഈ ഒരു അഫ്കാറ്റിന്റെ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു എക്സാമിനാണെന്നുണ്ടെങ്കിലും ലോജിക്കൽ അതുപോലെ തന്നെ മിലിറ്ററി ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അപ്പോൾ അതിനകത്ത് നിന്നൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വിശദമായി പറഞ്ഞു തരാം. അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതിന്റെ ഏജ് ലിമിറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഫ്ലൈയിങ് ബ്രാഞ്ചിലേക്കാണെന്നുണ്ടെങ്കിൽ 20 വയസ്സ് മുതൽ 24 വയസ്സ് വരെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമുക്ക് പൈലറ്റ് ആണ് അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഫ്ലൈയിങ് ലൈസൻസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് റിലാക്സേഷൻ ഉണ്ട്, 2 വർഷത്തെ റിലാക്സേഷൻ. അപ്പോൾ ഇവർക്ക് 26 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഗ്രൗണ്ട് ഡ്യൂട്ടിയിലാണെന്നുണ്ടെങ്കിൽ 20 തൊട്ട് 26 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതിനെക്കുറിച്ച് അപ്പോൾ പൊതുവിൽ പറഞ്ഞു കഴിഞ്ഞാൽ 26 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. മിനിമം ഏജ് എന്ന് പറയുന്നത് 20 വയസ്സാണ്, 26 വയസ്സാണ്. ഗ്രാജുവേഷൻ കമ്പൾസറി ആണ്. അപ്പോൾ അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഏജ് ലിമിറ്റിന്റെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. 20 മുതൽ 26 വയസ്സ് വരെ. ഫ്ലൈയിങ് ബ്രാഞ്ചിലാണെന്നുണ്ടെങ്കിൽ 20 തൊട്ട് 24 വയസ്സ് വരെ. അപ്പോൾ ഈ ഫ്ലൈയിങ് ബ്രാഞ്ചിലത്തേക്കുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് BTech അല്ലെങ്കിൽ BE, ബാച്ചുലർ ഓഫ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ബാച്ചുലർ ഓഫ് ടെക്നോളജി പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ 12th ക്ലാസ് സയൻസ് 60% മാർക്കോട് കൂടി മാത്സും ഫിസിക്സും പഠിച്ചിരിക്കണം. അവർക്ക് മാത്രമാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഫ്ലൈയിങ് ബ്രാഞ്ച്. ഗ്രൗണ്ട് ഡ്യൂട്ടിയുടെ കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ടെക്നിക്കലും നോൺ ടെക്നിക്കലും ഉണ്ട്. ടെക്നിക്കൽ ആണെന്നുണ്ടെങ്കിൽ അവർ BTech അല്ലെങ്കിൽ BE കമ്പൾസറിയും പഠിച്ചിരിക്കണം. നോൺ ടെക്നിക്കൽ ആണെന്നുണ്ടെങ്കിൽ ആർട്സ് സ്ട്രീമിലുള്ളവർക്കും അപ്ലൈ ചെയ്യാം. ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഗ്രാജുവേഷൻ ആണെന്നുണ്ടെങ്കിലും എല്ലാ കാൻഡിഡേറ്റ്സും ആർട്സ് അതുപോലെ തന്നെ സയൻസ് പഠിച്ചവരാണെന്നുണ്ടെങ്കിലും 60% മാർക്ക് കമ്പൾസറി ആണ് ഗ്രാജുവേഷനും. അതുപോലെ തന്നെ 60% മാർക്ക് +2 മാത്സിനും ഫിസിക്സിനും കമ്പൾസറി ആണ്. ഇതാണ് ഈ ഒരു എക്സാമിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമിന്റെ സിലബസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എക്സാമിനകത്ത് ഇംഗ്ലീഷും അതുപോലെ തന്നെ ജനറൽ അവയർനെസ് അതുപോലെ തന്നെ ന്യൂമറിക്കൽ എബിലിറ്റിയും അതുപോലെ തന്നെ റീസണിങ് ആൻഡ് മിലിറ്ററി ആപ്റ്റിറ്റ്യൂഡ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഒരു അനുഭവത്തിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷൻ റീസണിങ് ആൻഡ് മിലിറ്ററി ആപ്റ്റിറ്റ്യൂഡ് ആണ്. അപ്പോൾ അത് വളരെ ഈസി ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഫ്ലൈയിങ് ബ്രാഞ്ചിനകത്തും കൂടെ കൊടുക്കുന്ന ഒരു കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് EKT എന്ന് പറയുന്ന ഒരു എക്സാം ഉണ്ട്. എഞ്ചിനീയറിംഗ് നോളജ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു എക്സാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 155 മാർക്കായിരുന്നു ഈ ഒരു എക്സാമിന്റെ കട്ട് ഓഫ്. 300 മാർക്കിന്റെ എക്സാമില് 155 മാർക്കാണ് അഫ്കാറ്റ് എക്സാമിന്റെ കട്ട് ഓഫും. അതുപോലെ തന്നെ EKTയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 40 മാർക്സ് ആണ്. അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം EKTയുടെ എക്സാമിന് എനിക്ക് 40 മാർക്സ് ഉണ്ടായിരുന്നു. EKT ഞാൻ ക്ലിയർ ചെയ്തു. പക്ഷേ അഫ്കാറ്റിന്റെ എക്സാമിനാണെന്ന് പറയുന്നത് 155 മാർക്കാണ് വേണ്ടത്. എനിക്ക് 120 മാർക്കാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാനൊന്ന് പ്രിപ്പയർ ചെയ്ത് പോയിരുന്നു. അപ്പോൾ ഈ ഒരു എക്സാമിന് നല്ല രീതിയിൽ തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ ചെയ്യാനുള്ള കുറച്ച് എന്താ പറയാ ആ ഒരു പ്രിപ്പയർ ചെയ്യുന്നതിന്റെ വേ ആണ് അതിന് നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇംഗ്ലീഷിനകത്താണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ
റീസണിങ്ങിനകത്തും മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക. പിന്നെ ഓർക്കുക നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്, അപ്പോൾ നെഗറ്റീവ് മാർക്ക് ചെയ്തിരിക്കുക. അപ്പോൾ ജനറൽ അവയർനെസ് കുറച്ച് പഠിക്കുക. ബാക്കി ഇംഗ്ലീഷും റീസണിങ്ങും വെച്ച് തന്നെ നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. ചിലർക്ക് ജനറൽ അവയർനെസ്സിനെ കാട്ടി ന്യൂമറിക്കൽ എബിലിറ്റി ഈസി ആണെന്നുണ്ടെങ്കിൽ അവരത് പഠിക്കുക. അപ്പോൾ ഈ ഒരു ന്യൂമറിക്കൽ എബിലിറ്റിക്കകത്താണെന്നുണ്ടെങ്കിലും ഡിസ്റ്റൻസ്, ടൈം അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസും ആണ് കൂടുതൽ വരുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു എക്സാമിന്റെ സിലബസും ആ ഒരു കാര്യങ്ങളും അതിൻ്റെ ഒരു സ്ട്രാറ്റജിയെ കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിനകത്ത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു എക്സാമിന്റെ കാര്യങ്ങളെ കുറിച്ച് പറയുന്നത്. പിന്നെ ഈ ഒരു കോഴ്സ് തുടങ്ങുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2022 ജനുവരിയിലാണ് ഈ ഒരു കോഴ്സ് എയർഫോഴ്സ് അക്കാഡമിയിലേക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്ത് അവർക്ക് ഇന്റർവ്യൂ എല്ലാം കണ്ടക്ട് ചെയ്ത് അവർക്ക് ട്രെയിനിങ് തുടങ്ങുന്നത് 2022 ജനുവരിയിലാണ് തുടങ്ങുന്നത്. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം ഓർക്കേണ്ടത്, ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിലും മെയിൽ കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിലും 25 വയസ്സിന് താഴെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ മാരീഡ് ആയിരിക്കാൻ പാടുള്ളതല്ല. മാരീഡ് ആണെന്നുണ്ടെങ്കിൽ അവർ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ അല്ല. 25 വയസ്സിന് മേളിലുള്ളവരാണ്. 26 വയസ്സ് വരെ ഈ ഒരു പോസ്റ്റിൽ എല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ 25നും 26നും ഇടയ്ക്കുള്ളവരാണെന്നുണ്ടെങ്കിൽ മാരീഡ് ആണെന്നുണ്ടെങ്കിലും അതിന് കുഴപ്പമില്ല. പിന്നെ ഇതിന്റെ പേ സ്കെയിലിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. 56,100 രൂപ മുതൽ 1,77,500 രൂപയാണ് ഈ ഒരു പേ സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു ഫോഴ്സിലേക്ക്, ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് കയറി പോകാൻ പറ്റിയത്. അപ്പോൾ എനിക്ക് ഇതിനു മുമ്പ് വീഡിയോസ് ഒക്കെ ചെയ്ത സമയത്താണെന്നുണ്ടെങ്കിൽ എയർഫോഴ്സിന്റെ റാലിയെ കുറിച്ചും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എയർഫോഴ്സിന്റെ നല്ലൊരു അവസരമാണ്. ഏകദേശം 235ഓളം വേക്കൻസി മൊത്തം വരുന്നുണ്ട്. ഓൾ ഇന്ത്യ ആണ്. അപ്പോൾ കോമ്പറ്റീഷൻ ടൈറ്റ് ആണ്. നമ്മളെ കട്ട് ഓഫ് ആണെന്നുണ്ടെങ്കിൽ ഓരോ പ്രാവശ്യം കൂടും. അപ്പോൾ കട്ട് ഓഫ് കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് 2020 നടന്ന എക്സാമിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 155 മാർക്കായിരുന്നു. അപ്പോൾ ഈ ഒരു എക്സാം ഈസി ആയിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. അതിന്റെ എക്സാം സ്ട്രാറ്റജികളെ കുറിച്ച് ഞാൻ ഉടനെ തന്നെ വീഡിയോ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക.